ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്പൈഡർമാൻ തീമിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടോ. അത് നമ്മുടെ നെയിൽ സ്ലിപ്പ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ആണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ എന്ന് പറയുന്നത് സ്പൈഡർമാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീമായിട്ട് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം ബാർബി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തതൊന്ന് കണ്ടു നോക്കട്ടോ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം പിൻട്രസ്റ്റ് കയറിയിട്ട് സ്പൈഡർമാൻ കാർട്ടൂൺ അടിച്ചു കൊടുക്കാം. അതിനകത്ത് ഇഷ്ടംമാതിരി കാർട്ടൂൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്റ്റാക്കി ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിന്ന് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ടത് സ്പൈഡർമാൻ ബോർഡറെന്നോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെലക്റ്റാക്കി കൊടുക്കാം. അത് സെലക്റ്റാക്കിയിട്ട് അതും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് കാർട്ടൂണാണോ ആ കാർട്ടൂണ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ അതിന് ചെയ്യുന്നൊരു ബാക്ക്ഗ്രൗണ്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കഴിഞ്ഞിട്ട് വീഡിയോയ്ക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കാണാത്തവരൊന്ന് ജസ്റ്റ് അതൊന്ന് കണ്ടു വെക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതാണ് കേട്ടോ സെലക്റ്റാക്കി വെച്ചത്. ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാർട്ടൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. റിമൂവ് BG എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ നേരെ ക്യാൻവയിൽ പോവാം. ക്യാൻവയിൽ പോയിട്ട് പ്ലസ് ഐക്കൺ നെട്ടി കസ്റ്റം സൈസ് എടുക്കുക. കസ്റ്റം സൈസിൽ 3.28 അല്ലെങ്കിൽ 25 എടുക്കാം. 3.25 ഇൻറ്റു അതുപോലെ 1.85 അത് ഇഞ്ചാട്ടോ, വേറെ CM അല്ല, ഇഞ്ചാണ്. അത് നമ്മൾ സെറ്റാക്കിയിട്ട് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയിട്ടൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ ഈ ബ്ലാങ്കായ പേജിലേക്ക് നേരെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്കതിനകത്ത് സെറ്റാക്കി കൊടുക്കാം. ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരെ എലമെൻസിൽ പോവാം. എലമെൻസിൽ പോയിട്ട് നമ്മൾ സെർച്ചിങ് ബാറിൽ തിങ്കിൻ കോൾഡ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ കിട്ടും. ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനകത്ത് സെലക്റ്റാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സെൻറ്റർ പോർഷനിൽ കൊണ്ടുവയ്ക്കുക. നമ്മുടെ നെയിമും അതുപോലെ സ്കൂളും കാര്യങ്ങളൊക്കെ അതിനകത്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ കുട്ടികളെ ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യുന്നത് എലമെൻസിൽ പോയിട്ട് ഒരു റൗണ്ട് ഫ്രെയിം സെർച്ച് ചെയ്തിട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിലാണ്, റൗണ്ടിലാണ് നമുക്കത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ സെറ്റാക്കി എടുക്കാം. അവിടെയാണ് നമ്മൾ ഫോട്ടോ സെറ്റാക്കുന്നത്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച സ്പൈഡർമാൻ്റെ കാർട്ടൂൺ ഫോട്ടോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ 2 സെലക്ട് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഞാൻ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കി, പക്ഷേ അതൊരു വൃത്തി വരാത്തത് കൊണ്ട് അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുട്ടിയുടെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. പേരെഴുതി കൊടുത്ത് അതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് നെയിമും കൊടുക്കാം, അതുപോലെ കുട്ടീൻ്റെ ഫോട്ടോ, അതുപോലെ കാർട്ടൂണും. പിന്നെ നമുക്ക് ഡീറ്റെയിൽ വേണ്ടത് സ്കൂൾ നെയിമും പിന്നെ ക്ലാസ്സും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റാക്കാം. അപ്പം കസ്റ്റമറോട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മേടിക്കുക. എന്നിട്ട് ഇത് സെറ്റാക്കി അവരുടെ ഇഷ്ടത്തിന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ഡിവിഷനും അതുപോലെ സബ്ജക്റ്റും റോൾ നമ്പറൊക്കെ മതി അവർക്ക് എഴുതേണ്ടതായിട്ട് വരുള്ളൂ. പേരെഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് ഇട്ടിട്ട് ജസ്റ്റ് ടോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ട് അടുത്തത് ഡിവിഷൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അതുപോലെ കോപ്പി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരേ ഇതിലാണ് നമുക്ക് കിട്ടുക, ഒരേ സൈസിലാണ് നമുക്ക് കിട്ടുക. അപ്പം അത് കോപ്പി എടുത്തിട്ട് ഡിവിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിവിഷനും കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ റോൾ നമ്പറാണ് എഴുതി കൊടുക്കുന്നത്.
ഇതൊക്കെ ആഡ് ചെയ്ത ശേഷം നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. PDF ആയിട്ടല്ല, ഫോട്ടോ ആയിട്ടാണ്, PNG ആയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ A3 ഷീറ്റിൽ സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു A3 ഷീറ്റിൽ 30 എണ്ണമാണ് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടില്ല, അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ക്യാൻവയിൽ തന്നെ നേരെ A3 ഡോക്യുമെൻ്റ് സെലക്റ്റാക്കി കൊടുക്കണം. A3യിലേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച, എഡിറ്റ് ചെയ്ത് വെച്ച നെയിം സ്ലിപ്പിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് മുകൾ ഭാഗത്തായിട്ട് ഒരു 5 എണ്ണം സെറ്റാക്കി കൊടുക്കണം കേട്ടോ. 5 എണ്ണം സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മളത് ഫുള്ളും ഒന്ന് സെലക്റ്റാക്കി എടുക്കും. സെലക്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ സംഭവം എടുത്തിട്ട് നമ്മളത് എല്ലാം സെലക്റ്റാക്കി കൊടുത്തിട്ട് അത് ഫുൾ സൈസ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അത് കോപ്പി എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ താഴോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതിൽ 30 എണ്ണം നമുക്ക് ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതിന് ശേഷം ഇത് നമ്മൾ ഡൗൺലോഡ് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ PDF പ്രിൻ്റ് ആയിട്ടായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ശരിടാ.